ഇന്ന് നമുക്കേ ഒരു ചിക്കൻ കറി ഉണ്ടാക്കാം. നമ്മൾ ക്രിസ്മസ് ഒക്കെ വരുമല്ലേ, അപ്പോഴത്തേനും ബീഫൊക്കെ കഴിക്കാത്തവർക്ക് അല്ലെങ്കിൽ വേറെ മറ്റ് ഇറച്ചികളൊന്നും കൂട്ടാത്തവർക്ക് ചിക്കൻ മാത്രം കഴിക്കുന്നവർക്ക് അപ്പത്തിനൊരു കറി വേണ്ടേ? പാലപ്പത്തിന്റെ കൂടെയോ കള്ളപ്പത്തിന്റെ കൂടെയോ ഗീ റൈസിന്റെ കൂടെയും ഒക്കെ പറ്റുന്ന ഒരു കറിയാണേ. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം, വായോ. ദാ നോക്കിയേ, 1 കിലോ ചിക്കൻ എടുത്തു വെച്ചിരിക്കുന്നത് കറി പീസ് ആണ് കേട്ടോ. അതിനകത്ത് നമ്മൾ ആദ്യമേ തന്നെ ചേർക്കുന്നത് 1 നാരങ്ങയുടെ നീര് ഒഴിച്ചു. പിന്നെ നമ്മൾ കുറച്ച് മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണേ, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പ്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് പുരട്ടി വെക്കാം. നമ്മൾ ചിക്കൻ പൊരിച്ച കറി വെക്കുന്നത് കേട്ടോ. ഇത് നന്നായിട്ട് പുരട്ടി ഒരു ചെറിയ മസാല പുരട്ടി ഇവിടെ വെക്കാവേ. എന്നിട്ട് ഇത് അവിടെ ഇരിക്കട്ടെ. നമ്മൾ പൊരിച്ചാണ് കറി വെക്കുന്നത് കേട്ടോ. പിന്നെ ആവശ്യമുള്ള സാധനങ്ങൾ പിന്നെ വേണ്ടുന്നത് 3 സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, കുറച്ച് ചെറിയുള്ളി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് കുറച്ച്, പിന്നെ കറിവേപ്പില, മല്ലിച്ചപ്പ്, 1 കിഴങ്ങ് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ലാസ്റ്റ് വറുത്തിടാനാ. പിന്നെ കാശ്മീരി മുളക് പൊടി, ഗരം മസാല, കുറച്ച് ചിക്കൻ മസാല, പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇതൊക്കെ തന്നെയാണ്. ഉണ്ടാക്കുമ്പോ എല്ലാം കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമ്മൾ 2ാം പാലിനകത്താണ് ചിക്കൻ വേവിക്കുന്നത്, വറുത്ത് കഴിഞ്ഞിട്ടുള്ള വേവിക്കുന്നത്, പിന്നെ 1ാം പാല്, അങ്ങനെ 2 പാലും വേണം. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു ചെറു മധുരത്തോടു കൂടിയുള്ള ഒരു കറി എന്ന് പറഞ്ഞാൽ ഈ തേങ്ങാപ്പാലിന്റെ കട്ടപ്പാലൊക്കെ അങ്ങോട്ട് ഒഴിച്ച് കഴിയുമ്പോൾ കറിക്കൊരു നല്ലൊരു ചെറു മധുരവും എരിവും എല്ലാം കൂടെ ഉള്ള ഒരു കറിയായിരിക്കും. നമ്മൾ ഒരു ഇരുമ്പിന്റെ ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട് കറി റെഡിയാക്കാൻ. നിങ്ങൾക്ക് ഇപ്പോൾ നോൺ സ്റ്റിക്കിന്റെ പാത്രമോ അല്ല ചെറിയ ഉരുളിയോ അല്ലെങ്കിൽ ചുവട് കെട്ടിയുള്ള ഏത് പാത്രവും പറ്റും കേട്ടോ. അപ്പൊ ഞാൻ ഇപ്പൊ ഇതിലാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ. വെളിച്ചെണ്ണ ഐസായിപ്പോയി, നല്ല തണുപ്പല്ലേ. നമ്മുടെ വെളിച്ചെണ്ണയും ഐസായിപ്പോയി കേട്ടോ, നല്ല തണുപ്പായിപ്പോ. നമ്മുടെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്നിട്ട് കൊടുക്കാം. ചിക്കനൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇത് കോരിയെടുക്കാം. ഇനി ഇങ്ങനെ ബാക്കി ചിക്കനും കൂടെ ഒന്ന് വറുത്തെടുക്കാവേ. ചിക്കൻ എല്ലാം നമ്മൾ വറുത്ത് കോരി കേട്ടോ. ഈ എണ്ണയിൽ തന്നെ നമുക്ക് സവോള ഇടാവേ. കനം കുറച്ചരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള, ചെറിയുള്ളിയും കൂടെ ഇട്ടേ. ഒരു പിടുത്തം, അതായത് ഒരു 50 ഗ്രാം ചെറിയുള്ളി ഉണ്ടാവും. 2 സവോള, കുറച്ച് ഉപ്പിടാവേ. നല്ലതായിട്ടൊന്ന് വഴന്നോട്ടെ. ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കാവേ. മൂടി വെച്ചേക്കാവേ, ഒന്ന് വാടട്ടെ. തുറക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണമായിരുന്നു കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കുന്നുണ്ടായിരുന്നു കണ്ടോ. നമ്മുടെ സവോളയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്. സവോള നന്നായിട്ട് വഴരണം കേട്ടോ, എന്നാലേ ആ കറിയുടെ ടേസ്റ്റ് വരുള്ളൂ. ഇനി നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കാം. 2 തക്കാളി അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്, അതും കൂടെ ഇട്ട് കൊടുക്കാം. ഒന്നും കൂടെ മൂടി വെക്കാവേ. അവിടെ ഇരുന്ന് ആ തക്കാളിയൊക്കെ ഒന്ന് വെന്തോട്ടെ. കറി ഒന്നിതാ തക്കാളിയൊക്കെ നല്ല പോലെ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയെ, ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ കാശ്മീരി മുളകാണ്. ഇതുകൊണ്ട് 1 സ്പൂൺ ഗരം മസാല, ഇതും ചെറിയ സ്പൂൺ 1 സ്പൂൺ ചിക്കൻ മസാലയാണ്. നന്നായിട്ട് ഇളക്കണം. പൊടികളൊക്കെ ഒന്ന് മൂക്കട്ടെ. പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ 2ാം പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ കറിയിലേക്ക് 2ാം പാൽ ഒഴിച്ചു കൊടുത്തു. 1 തേങ്ങയുടെ പാലെടുത്ത കേട്ടോ. ഇനി ഇത് നല്ല പോലെ ഒന്ന് ഈ കറിയുമായിട്ടൊന്ന് റെഡി ആയിക്കോട്ടെ. തിളച്ച് നല്ലപോലെ ചെറു തീയിൽ അവിടെ ഇരിക്കട്ടെ. ഒന്ന് മൂടി വെച്ചേക്കാം. നമ്മുടെ കറിയൊക്കെ അങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നോക്കിയേ, ആ 2ാം പാലിനകത്ത് കിടന്ന് കറിയൊക്കെ ഒന്ന് സെറ്റായി. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ള 1ാം പാൽ ഒഴിക്കുക. ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ അധികം തിളച്ചു പോകരുത്. നമുക്ക് ഈ സമയത്ത് കുറച്ച് മല്ലിയില ഇടണേ. മൂടി അങ്ങ് വെച്ചേക്കാം.
ചെറുതായിട്ട് തിളച്ച് വന്നു സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യണേ. അത് മല്ലിയില ഇട്ടിട്ട് മൂടി അവിടെ വെക്കണം. ഇനി നമുക്ക് ഇപ്പുറത്തെ പാന് ഒന്ന് കത്തിക്കണേ. പിന്നെ നമുക്ക് 2 വറ്റൽമുളകും അതുപോലെ തന്നെ കിഴങ്ങും ഒക്കെ ഒന്ന് വറുത്തിടുക. അത്രയും കൂടെ പരിപാടിയുള്ളൂ കേട്ടോ. നല്ല ഒരു സൂപ്പർ കറിയാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ, എന്നിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ കിഴങ്ങൊക്കെ ഒന്ന് വറുത്തെടുക്കാം. കിഴങ്ങ് ഫ്രൈ ആയത് നമ്മുടെ കറിയിലോട്ട് ഇട്ട് കൊടുത്തേക്കാവേ. അതേ പാനിൽ തന്നെ ഇല്ലേ ഇച്ചിരി ചെറിയുള്ളി ഇട്ട് കൊടുക്കുക. എണ്ണ ഒന്നും ഒഴിക്കണ്ട കേട്ടോ, അതിലുള്ള എണ്ണ മതിയേ. ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴേ 2 വറ്റൽമുളക് മുറിച്ചിട്ടേക്കുന്നു, കുറച്ച് കറിവേപ്പില, അതിലേക്കില്ലേ 1/2 സ്പൂൺ കുരുമുളക് ചതച്ചതാണ്. ഒത്തിരി പൊടിയല്ല, ഒന്ന് ചതച്ചിട്ടതാ കേട്ടോ. ഇത്രയും പരിപാടിയേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് കറിയിലേക്ക് തട്ടിയേക്കാം. കറി റെഡിയായി. അങ്ങനെ നമ്മുടെ ഒരു അടിപൊളി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ക്രിസ്മസിനൊക്കെ ചിക്കനൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ അപ്പത്തിൻ്റെ കൂടെ ഒരു കറിയായിട്ട് ഇത് ഉപയോഗിക്കാം. നെയ്ച്ചോറിൻ്റെ കൂടെ പറ്റും, ചപ്പാത്തിക്ക്, പൊറോട്ടയ്ക്ക് എല്ലാം പറ്റുന്ന നല്ലൊരു കറിയാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.